ശ്യാൽകുമാർ അല്ലേ? ഓക്കെ, ശ്യാൽകുമാർ, ഇവിടെ 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 വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഒരാൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച ചരിത്രം നമുക്കുണ്ട്. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ CPM നേതാക്കൾ വേറെയുണ്ട്. ആനിരാജ മാത്രമാണ് കേട്ടോ അന്ന് മുകേഷ് രാജിവെക്കണം എന്ന കർശനമായ നിലപാട് പറഞ്ഞത്. ഇവിടെ അങ്ങനെ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് ഒരു വനിതാ നേതാവും പറഞ്ഞിട്ടില്ല. എൻ്റെ ആദ്യ ചോദ്യമാണ് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു നല്ല കീഴ്വഴക്കത്തെ തുടക്കമല്ലേ? അതിനെ സ്വാഗതം ചെയ്യണ്ടേ ശ്യാൽകുമാർ? അല്ല, ഞങ്ങളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരാൾ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ അധികാരസ്ഥാനം ഉപേക്ഷിക്കണം. പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അധികാരസ്ഥാനത്തിൽ തുടരാൻ പാടില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ആക്ഷേപം വന്നു. ആക്ഷേപം വന്നത് ഒരു ADMന്റെ മരണത്തിന് സഹായകരമായ വിധം അവരുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വരി വന്നു എന്നുള്ള ആക്ഷേപമാണ്. ജില്ലാ പഞ്ചായത്തിന് പ്രസിഡന്റും പോലീസുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷെ ആ സ്ഥാനം രാജിവെപ്പിച്ചു. ആ സ്ഥാനം രാജിവെപ്പിച്ചത് അധികാരസ്ഥാനമാണ് രാജിവെച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചില്ല. അതുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്ഥാനം ഈ ഘട്ടത്തിൽ രാജിവെക്കുക എന്ന നയം CPM ഇടതുപക്ഷം ഒരു കാലത്തും എടുത്തിട്ടില്ല. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയാണ് ആക്ഷേപത്തിന് വിധേയമായ കാര്യങ്ങളെല്ലാം ചെയ്തത്. കോൺഗ്രസ്സുകാരല്ലാത്ത മറ്റെവിടെങ്കിലും അദ്ദേഹം ഇങ്ങനെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ പോയൊരു സ്ഥലമായിട്ട് ആക്ഷേപിക്കപ്പെടുന്നതാണ് അവന്തികയുടെ കേസ്. ബാക്കി മുഴുവൻ കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നത് തെറ്റാണെങ്കിൽ അയാളെ പുറത്താക്കുക. ഇവന്തായാലും ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുന്നത് ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദത്തിൽ അവരോട് സംസാരിക്കുന്നത്? നിങ്ങൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. 2, ഇവരെ ഗർഭിണിയായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ MLA പറയുന്ന ഒരു ശബ്ദം അതിൽ കേൾക്കുന്നുണ്ട്. എന്താ പറയണത്? നമ്മൾ തമ്മിലുള്ള ധാരണ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്താണ് ധാരണ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്ലാസ് എടുക്കാൻ വിളിക്കുക. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിലോ സംസ്ഥാന കമ്മിറ്റിക്കോ ക്ലാസ് എടുക്കാൻ വിളിക്കുക. അബോർഷന്റെ ക്ലാസ്സാണ് എടുക്കേണ്ടത്. പറഞ്ഞു കൊടുക്കണം കേട്ടിട്ടില്ലേ? രാഹുൽ ഈശ്വർ സമ്മതിച്ചോ? ഞാൻ പറയുന്നത്, ഇങ്ങനെ അപജയപ്പെട്ട ഒരാൾ പാലക്കാട് MLA ആയിട്ട് നടക്കണമെന്ന്, വീട്ടിൽ ഇരിക്കരുത്. കോൺഗ്രസ്സുകാർ അയാളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും സതീശനൂടെ കേരളം മുഴുവൻ നടക്കണം. തൽക്കാലം ഒരു രാജി കൊണ്ട് മുഖം രക്ഷിക്കാമെന്നാണ് സതീശൻ കരുതുന്നത്. സതീശൻ അങ്ങനെ മുഖം രക്ഷിക്കാനാവില്ല. സതീശനാണ് ഈ ക്രിമിനലിനെ MLA ആക്കിയത്. പെൺകുട്ടികൾ തന്നെ ഇയാൾ ക്രിമിനലാണ് എന്ന് പറയുന്ന ആളെ MLA ആക്കിയത് സതീശനാണ്. ഞാൻ പേര് ചോദിക്കുന്നു. ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്യുന്നു. ഒരു ഫെനിയുടെ പേര് കേട്ടോ അതിൻ്റെ അകത്ത്? ഏത് ഫെനി? ഈ പറയുന്ന വ്യാജ തിരിച്ചൽ കാർഡ് കേസിലെ പ്രതി, പാലക്കാട്ടെ നീലപ്പെട്ടി കൊണ്ട് നടക്കുന്ന ഫെനി. ഈ ഫെനി ആരാ? യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തിന്റെ കയ്യിലാണ്. അതാണ് ഫെനി. ഫെനിയുടെ പേര് എന്നാ നടപടി എടുക്കും? ഫെനി ഇദ്ദേഹം കൂടെ ചെന്നിട്ടാണ് ആ കുട്ടിയെ ഒരു ലോഡ്ജിന് മുറിയെടുത്തിട്ട് ആ ദിവസം ഈ പറയുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്ന് പറയുന്നത്. പ്രശ്നം എന്താണ്? ഇപ്പം ഇങ്ങനൊരു കാര്യം വന്നാൽ ഉടനെ CPM ഇങ്ങനെ ആക്രമിക്കുകയാണ്. ഞങ്ങളെ കുറെ നേതാക്കന്മാരുടെ പേരങ്ങ് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വട്ടപൂജയാവും. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് CPM നിലപാട് അത്തരത്തിൽ ആരോപണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണല്ലോ ശ്രീ കേൾകുമാർ. ആ ബോധ്യം രാഹുലിന് ബാധകമാണോ? അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അയാളുടെ സ്ഥാനം ഏതാണെങ്കിലും ജനപ്രതിനിധിയുള്ള സ്ഥാനം ഏതാണെങ്കിലും ആദ്യം ചെയ്യുന്ന കാര്യം അധികാര സ്ഥാനമാണ് രാജിവെപ്പിക്കും. 2, പാർട്ടിപരമായ നടപടി വരും. നടപടി വരുമ്പം പരാതിയുടെ ഉള്ളടക്കം വെച്ചല്ലേ നടപടി എടുക്കേണ്ടത്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ, ഇപ്പോൾ ഇവിടെ ഒരു പേര് പറഞ്ഞു, മറ്റു വ്യക്തികൾ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ ശാരീരികമായി ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്ന് പരാതി പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല. കെ ശശിയില്ല. ഇവർ ഞങ്ങളുടെ പാർട്ടി ആരുടെ പേര്? മുകേഷിനെതിരെ കുറ്റപത്രമുണ്ട്. ആരുടെ പേരില്? മുകേഷ് പാർട്ടി മെമ്പർ അല്ലല്ലോ. മുകേഷ് പാർട്ടി മെമ്പർ അല്ലെന്ന് ഞാനിതല്ലേ പറയണത്. മുകേഷ് MLA പാർട്ടി മെമ്പർ അല്ല.
അതുകൊണ്ടാണോ രാജിവെക്കാത്തത്? പാർട്ടി മെമ്പർമാരെ അവരുടെ പേരിൽ അല്ല അത് അല്ല പറയട്ടെ. ശരൺകുമാർ, നമ്മൾ ഈ അവസരവാദ ധാർമ്മികത എന്ന് പറഞ്ഞ് അങ്ങനെ പറയരുത്. നമ്മൾ ഈ സ്ത്രീത്വത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം പറയുന്നത് കേൾക്കൂ. മുകേഷ് പാർട്ടി മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും പീഡിപ്പിക്കാൻ പറ്റത്തില്ല. ആർക്കായാലും സ്ത്രീകളെ ഉപദ്രവിക്കാൻ പറ്റില്ല. പറയട്ടെ ആ ഞാൻ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചതിനെ കുറിച്ചാണ് മറുപടി പറയുന്നത്. കാശ്മീരും കൂടെ കൂടിയോ കോൺഗ്രസ്സുകാരൻ്റെ കൂടെ കൂടിയോ? പി ശശിയുടെ പേര് ഇവിടെ പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മെമ്പർ പാർട്ടിക്ക് ഒരു പരാതി തന്നു. എന്തിനാ പാർട്ടിക്ക് പരാതി തരുന്നത്? ക്രിമിനൽ നടപടി നിയമപ്രകാരം തീർക്കാനല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിയമപ്രകാരം, ഭരണഘടന പ്രകാരം, 19-ാം വകുപ്പ് പ്രകാരമുള്ള അച്ചടക്ക നടപടി അവരുടെ പേരിൽ എടുക്കണം. എന്താണോ പരാതി, ആ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കി ഉള്ള അച്ചടക്ക നടപടി അതാത് കാലഘട്ടത്തിൽ എടുക്കും. ഒരു അച്ചടക്ക നടപടി എടുത്തു എന്നുള്ളതുകൊണ്ട് ലോകാവസാനാവില്ല. പരാതിക്കാർക്ക് തൃപ്തിയാകുന്ന വിധം ഒരു നടപടി സ്വീകരിച്ച് അവസാനിപ്പിക്കും. പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. അതീവ ഗൗരവതരമായ കുറ്റകൃത്യമാണ്, പുറത്താക്കൽ വരെ ഉണ്ടാകും. ഇല്ലെങ്കിൽ മറ്റു പല നടപടികളുമാകും. ഇവിടെ പ്രശ്നം എന്താണ്? ഈ ഒരൊറ്റയാൾ പോലും പുറത്തിറങ്ങി പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് CKP പത്മനാഭനെ കുറിച്ച് ഒന്ന് ചോദിക്കുക. ഒരു മിനിറ്റ് ഹർഷൽകുമാർ, ഞാൻ ആദ്യഘട്ടത്തിൽ ഞാൻ ഇടപെടാതെ കേട്ടു. ഓണക്കാലമാണ്. പത്മനാഭന്റെ കാര്യം പറയാമല്ലോ. CKP പത്മനാഭന്റെ പേരില് സാമ്പത്തിക അഴിമതിയുടെ കാര്യത്തിൽ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ചുമതലക്കാരനായിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ അന്ന് ട്രഷററാണ്. സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കണക്കെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കണക്കെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പിന്നീട് പരിശോധിക്കും. പിന്നീട് പരിശോധിച്ചപ്പോൾ ഉണ്ടായ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ